നമ്മൾ പാരമ്പര്യമായി താമസിക്കുന്ന വീടിൻ്റെ അയൽക്കാരായി എല്ലാ രീതിയിലും സ്വാധീനമുള്ളൊരു കുടുംബം താമസിക്കാൻ എത്തുന്നു എന്ന് വിചാരിക്കുക. വന്നയുടനെ നമ്മുടെ വീടും സ്ഥലവും കൃഷിയിടവും കയ്യേറി വേലികെട്ടി തിരിച്ചിട്ട് പറയുകയാണ് അങ്ങോട്ട് കയറി പോകരുതെന്ന്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മധ്യവയസ്കയും വിധവയുമായ ഒരു സാധാരണക്കാരിയുടെ കാര്യം പറയാനുണ്ടോ? അത്തരം അവസ്ഥകൾ സംസാരിക്കുന്ന ലെമൺ ട്രീ എന്ന ചിത്രത്തെക്കുറിച്ചാകാം ഇന്നത്തെ പറച്ചിൽ. രണ്ടായിരത്തി പുറത്തിറങ്ങിയ സിറിയൻ ബ്രൈഡ് എന്ന ചിത്രത്തിന് ശേഷം ഇസ്രായേൽ സംവിധായകനായ എറാൻ റിക്ലിസ് തയ്യാറാക്കിയ ചിത്രമാണ് ലെമൺ ട്രീ. സുരക്ഷയുടെ പേരിൽ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന അധിനിവേശത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത്. പാലസ്തീനികളുടെ ദുരവസ്ഥയോടൊപ്പം പൊതുവെ സ്ത്രീകൾ നേരിടുന്ന ഏകാന്തതയും മത സാമൂഹിക രാഷ്ട്രീയ വെല്ലുവിളികളും പകർത്തിയ ചിത്രം കൂടിയാണ് ലെമൺ ട്രീ. അകാലത്തിൽ ഭർത്താവ് മരണപ്പെട്ട സൽമ സിയാദ് എന്ന വിധവ തനിക്ക് പിതാവിൽ നിന്നും കൈമാറി കിട്ടിയ 50 വർഷം പഴക്കമുള്ള നാരങ്ങാത്തോട്ടത്തിലെ വീട്ടിൽ തനിച്ചാണ് താമസം. മകൻ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നാരങ്ങാത്തോട്ടത്തിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ടാണ് അവർ ജീവിതം തള്ളി നീക്കുന്നത്. വിവാഹിതരായ 2 പെൺമക്കളും അവർക്കുണ്ട്. എന്നാൽ അമ്മയുടെ കാര്യത്തിൽ അവരത്ര താല്പര്യം കാണിക്കുന്നില്ല. പിതാവിൻ്റെ കൂട്ടുകാരനും തോട്ടത്തിലെ തൊഴിലാളിയുമായ അബൂ ഹുസൈൻ എന്ന വയോധികനാണ് സൽമയ്ക്കുള്ള ഏക ആശ്രയം. അങ്ങനെ ഇരിക്കെ സൽമ താമസിക്കുന്ന വെസ്റ്റ് ബാങ്കിൻ്റെയും ഇസ്രായേലിൻ്റെയും അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇസ്രായേൽ നവോൻ എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിറയും സൽമയുടെ അയൽക്കാരായി എത്തുന്നതോടെ അവളുടെ ജീവിതമാകെ തകിടം മറിയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സൽമയെയും അബൂ ഹുസൈനെയും നാരങ്ങാത്തോട്ടത്തിൽ കാണുകയും തോട്ടം മറയാക്കി പാലസ്തീനി വിമോചന തീവ്രവാദികൾ മന്ത്രിയെയും ഭാര്യയെയും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള നിലപാടും കൈക്കൊള്ളുന്നു. സുരക്ഷയുടെ പേരും പറഞ്ഞ് ഉടമസ്ഥയായ സൽമയോട് അനുവാദം പോലും ചോദിക്കാതെ അതിക്രമിച്ചു കയറി തോട്ടത്തിനുള്ളിൽ അവരൊരു വാച്ച് ടവർ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ നൽകുന്ന നഷ്ടപരിഹാരം കൈപ്പറ്റി ആ വീടും തോട്ടവും ഒഴിഞ്ഞു പോകണമെന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് തുടർന്ന് ലഭിക്കുന്നു. തൻ്റെ വീടും തോട്ടവും സംരക്ഷിക്കാൻ പരാതിയുമായി ഇസ്രായേലി ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടും അനുകൂലമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് സഹായത്തിനായി രാമള്ളയിലുള്ള മകളുടെ അടുത്തേക്ക് സൽമ യാത്ര തിരിക്കുന്നു. പക്ഷെ മകളും ഭർത്താവും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ മരുമകൻ തൻ്റെ ബന്ധുവായൊരു വക്കീലിനെ അവർക്ക് നിർദ്ദേശിക്കുകയുണ്ടായി. സിയാദ് ദാവൂദ് എന്ന ആ വക്കീലിനെ സൽമ സമീപിക്കുകയും പട്ടാള കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്യുന്നു. എന്നാൽ അത് കോടതി തള്ളിക്കളയുന്നു. പണത്തിനുമപ്പുറത്ത് ആ തോട്ടവുമായി വൈകാരിക ബന്ധം പുലർത്തുന്ന സൽമ തോട്ടം വിട്ടു നൽകാൻ തയ്യാറാകാതെ നിയമ പോരാട്ടത്തിനായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ വക്കീൽ സിയാദ് ദാവൂദിന് സുന്ദരിയായ സൽമയോട് ലൈംഗിക താല്പര്യത്തോടെയുള്ള പ്രണയം ജനിക്കുന്നുണ്ടെങ്കിലും അതിനെ ചെറിയ രീതിയിൽ വകവെച്ചു കൊടുത്ത് ഒരു ചുംബനത്തിൽ മാത്രം തളച്ചിടാൻ ആ ഏകാന്തവാസത്തിലും സൽമ എന്ന പെണ്ണിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ബന്ധത്തിൻ്റെ പേരിൽ നാട്ടുകാരായ സദാചാരവാദികളുടെ താക്കീതും അവർക്ക് നേരിടേണ്ടി വരുന്നു. സൽമയുടെ നിയമ പോരാട്ടങ്ങളെല്ലാം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സസൂക്ഷ്മം വീക്ഷിക്കുകയും അക്കാര്യങ്ങൾ ഭാര്യ മിറയുമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്നാൽ നാരങ്ങാമരങ്ങൾ മുറിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച മിറ അയാളുമായി തർക്കിക്കുന്നുണ്ട്. ഇസ്രായേൽ അധികാരികൾ സൽമ തോട്ടത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും തോട്ടം വേലി കെട്ടി അവരുടെ അധീനതയിലുമാക്കുന്നു. എന്നാൽ സൽമ വേലി ചാടിക്കടന്ന് തോട്ടത്തിൽ പ്രവേശിക്കുകയും തോട്ടം നനയ്ക്കാനും ആരംഭിക്കുന്നു. ഇത് കാണുന്ന വാച്ച് ടവറിലെ പട്ടാളക്കാരൻ അവരോട് പുറത്തു കടക്കാൻ ആവശ്യപ്പെടുകയും ആ സമയത്ത് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരികയും നിങ്ങളിവിടെ വരാൻ പാടില്ലെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ മറുപടി പറയും. അതോടെ സൽമയെ അറസ്റ്റ് ചെയ്യുമെന്ന് ആ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം മന്ത്രിയുടെ ഭാര്യയായ മിറ മുകൾ നിലയിലെ ജനലിലൂടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. സൽമയുടെ ദൃഷ്ടി അവളിലേക്ക് പായുന്നു. അതോടെ മിറ കർട്ടൻ വലിച്ചിട്ട് അവിടെ നിന്നും പിന്മാറുന്നു. ഇസ്രായേൽ പാലസ്തീൻ അതിർത്തി രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും സൽമയുടെ അതേ ഏകാന്തത മനോവ്യാപാരം തന്നെയാണ്
മിറ നൊവാൻ എന്ന മന്ത്രി പത്നിക്കും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഇരു സ്ത്രീകളിലും ചുണ്ടനക്കമില്ലാതെ തന്നെ ആശ്രയമായി മാറുന്നത് കാണാം. അങ്ങനെ ഒരു ദിവസം പ്രതിരോധ മന്ത്രിയുടെ വസതിയിൽ ഗൃഹപ്രവേശത്തിന്റെ ഭാഗമായി പ്രമുഖർക്ക് സൽക്കാരം സംഘടിപ്പിക്കുകയും അതിലേക്കായി നാരങ്ങ ആവശ്യമായി വരികയും പട്ടാളക്കാർ സൽമയുടെ തോട്ടത്തിൽ കടന്ന് നാരങ്ങ പറിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ സൽമ ഓടിയെത്തി അവരെ തടയുകയും ബലപ്രയോഗത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടു നിൽക്കുന്ന മന്ത്രി പട്ടാളക്കാരെ പിന്തിരിപ്പിക്കുക മാത്രം ചെയ്യുമ്പോൾ ഭാര്യയായ മിറ നൊവാൻ സൽമയോട് മാപ്പ് പറയുന്നു. അന്ന് രാത്രി ഇസ്രായേൽ മന്ത്രിയുടെ വസതിയിൽ പാർട്ടി ആരംഭിക്കുകയും കുറച്ചു സമയത്തിനു ശേഷം ആരോ ആ വീടിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് സുരക്ഷാ ഭടന്മാർ ഭീകരവാദികളെ തിരഞ്ഞ് സൽമയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും വീടാകെ അലങ്കോലമാക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം മിറയുടെ സുഹൃത്തും പത്രപ്രവർത്തകയുമായ തമർ ഗിറ സൽമയുടെ അടുത്തെത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സൽമാ സിദാന് അനുകൂലമായ മിറ നൊവാന്റെ ഇന്റർവ്യൂ ഗിറയുടെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നതാണ്. അതോടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ നൊവാൻ പ്രതിസന്ധിയിലാകുകയും മിറയോട് ആ ഇന്റർവ്യൂ നിഷേധിക്കാനും പത്രത്തിന് കത്തെഴുതാനും അയാളും അയാളുടെ ഓഫീസും അവളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. മനസ്സില്ലാ മനസ്സോടെ മിറ ആ കത്തിൽ ഒപ്പിടുന്നു. എന്നാൽ ആ ഇന്റർവ്യൂ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് സൽമയും വക്കീലും പ്രതീക്ഷിക്കുന്നുണ്ട്. മിറ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണാതെ സൽമയെ കാണാൻ പുറത്തിറങ്ങുകയും എന്നാൽ സൽമയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞ് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുകയാണ് ഉണ്ടായത്. അതേസമയം ഇസ്രായേലുമായുള്ള നിയമ പോരാട്ടത്തിൽ പ്രകോപിതനായ ഒരു പ്രാദേശിക പാലസ്തീനി നേതാവ് സൽമയുടെ വീട്ടിലെത്തി എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് സുപ്രീം കോടതിയുടെ വിധി സൽമയ്ക്ക് പ്രതികൂലമായിട്ടാണ് വരുന്നത്. അതോടുകൂടി മന്ത്രിപത്നിയായ മിറ ആ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. മിറ പോയതിനു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പുറത്തേക്കിറങ്ങുന്നു. അവിടെ അപ്പോൾ നാരങ്ങാത്തോട്ടം മറച്ചുകൊണ്ട് കൂറ്റൻ മതിൽ ഉയർന്നിരിക്കുന്നു. ആ മതിലിനപ്പുറത്ത് നിസ്സഹായിയായ സൽമയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിത്രീകരിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം.